ഗാർലിക് ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടി ക്ലീൻ ചെയ്ത് ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, കുറച്ച് ഉപ്പ്, കുറച്ച് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കുറച്ച് നേരം ഈ ചിക്കൻ ഒന്ന് മാറ്റി വയ്ക്കാം. ഇതിനൊരു മസാല ഉണ്ടാക്കാം. 1 ടീസ്പൂൺ 1.5 ടീസ്പൂൺ കുരുമുളക്, 2-3 ഗ്രാമ്പു, കുറച്ച് പട്ട, ബേ ലീഫ്, ഒരു 3 ഏലക്ക, മുളക് പൊടി, മല്ലി. ഇനി ഇതിലേക്ക് നമ്മൾ ഗാർലിക് ചിക്കനാണല്ലോ ഉണ്ടാക്കുന്നത്. അപ്പം ഇത്രയും ഗാർലിക്ക് തൊലിച്ച് വെച്ചിട്ടുണ്ട്, അത് ഇതിലേക്കിടാം. എന്നിട്ട് ഇതൊന്ന് അരച്ചെടുത്തിട്ട് കേട്ടെ. അപ്പോൾ മസാലക്കൂട്ട് അരച്ച് ഈ പരുവത്തിലാണ് ഞാൻ അരച്ചിട്ടുള്ളത്. നമുക്ക് കുക്ക് ചെയ്യാം. പാൻ വെച്ച് തീ കത്തിച്ച്. ഞാൻ വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കുന്നത്. ഇതിലേക്ക് കുറച്ച് സവാള ഇട്ട് കൊടുക്കാം. ഒരുപാട് സവാള വേണ്ട, കുറച്ച് സവാള മതി. ഒരു 2 സവാള, വലുതാണെങ്കിൽ 1 മതി. ഇതൊരു ഗോൾഡൻ ബ്രൗൺ ആകുമ്പോഴത്തേക്ക് അടുത്തതിടാം. ഉള്ളി സവാള നല്ല ഗോൾഡൻ ബ്രൗൺ ആയി വരുന്നു. ഇനി നമുക്ക് പുരട്ടി വെച്ച് ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് അടച്ച് വയ്ക്കാം. എന്തെന്ന് വെച്ചാൽ ഇതിൻ്റെ ചിക്കനിലുള്ള വെള്ളമെല്ലാം ഇറങ്ങി ഒന്ന് നല്ല വെന്ത് വരട്ടെ. പഠിച്ചൊക്കെ തീർന്നോ? ഇതിനി ചിക്കനിലേക്ക് ഇടുമോ? അങ്ങനെയാണോ? ഇതാണ് മസാലക്കൂട്ട്. ഓക്കെ. ഈ ചിക്കനിലേക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കും. എന്നിട്ട് ഒന്ന് അതൊന്ന് മൂത്ത് വരണം. ഈ എണ്ണയിലൊന്ന് മൂത്ത് വരണം. എന്നാലേ അതിൻ്റെ കളറുണ്ടാവും. നല്ല സൂപ്പർ കളറുണ്ടായിരിക്കും. നല്ല മണം. ആ എണ്ണ നമ്മൾ ആദ്യം ഒഴിച്ചില്ലേ എണ്ണ, ആ എണ്ണ അത്രയും ഇതിൽ ഇപ്പോൾ ഉണ്ട്. പച്ചമണം ഒന്ന് മാറി. നല്ല മണം. ഇത് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ചിക്കൻ ഒന്ന് വെന്ത് അരപ്പൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടി. ആദ്യം ചിക്കനിൽ മാത്രമേ ഇട്ടിട്ടുള്ളൂ. ഇനി അത് ഈ ഗ്രേവിക്ക് വേണ്ടി കുറച്ച് ഉപ്പിടാം. ഇതൊന്ന് അടച്ചു വെച്ച് നല്ലതുപോലെ വെന്ത് ചിക്കൻ ഇടട്ടെ. ഉപ്പൊക്കെ ഇട്ട് നല്ല സൂപ്പറാക്കി നാരങ്ങ നീരോട് ഒഴിച്ചു കൊടുക്കാം. നല്ല സൂപ്പർ മണം. ഇനി കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. നല്ല മണം. കറിവേപ്പില കൂടെ വരുമ്പോൾ ഏറ്റവും സൂപ്പർ മണം. നമ്മളൊരു സാധനം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതെന്താണെന്ന് മനസ്സിലായോ? ഫ്രൈഡ് റൈസ്. അപ്പൊ ഇതാണ് അമ്മ കുറച്ച് നേരമായിട്ട് കാണാനില്ലാതിരുന്നേ. അതെ, ഞാൻ ഫ്രൈഡ് റൈസ് ഒക്കെ ഉണ്ടാക്കി കാസ്ട്രോളിൽ കോരി വെച്ചിട്ടാണ് ചിക്കൻ വെക്കാൻ ഇറങ്ങിയത്. ഓക്കെ. ഇത് കൂട്ടിയാണ് നമ്മൾ കഴിക്കുന്നത്. നമ്മുടെ ഗാർലിക് ചിക്കൻ റെഡിയായി. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. റെഡിയായോ അമ്മ? റെഡിയായി. ഇനി ഇതിൽ തന്നെ നല്ലതുപോലെ വറ്റും. ഒരു ഭംഗിക്ക് വേണ്ടി കുറച്ച് മല്ലിയില ഇട്ടു. ഗാർലിക് ചിക്കൻ റെഡി ആയിട്ടുണ്ട്. അപ്പം ഇനി നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. മോളോ വന്നേ. റെഡിയായോ? ഞാൻ ടേസ്റ്റ് നോക്കണേ. നോക്കട്ടെ.
ഇതിനുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട്. കൊള്ളാം കൊള്ളാം. നല്ല ടേസ്റ്റ്. നല്ല ടേസ്റ്റ്. ഗ്രേവിയൊക്കെ ആണെങ്കിലും നല്ല നല്ല ടേസ്റ്റ്. നന്നായിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നിങ്ങളിങ്ങനെ മക്കൾക്ക് വാരി കൊടുക്കുമോ? ഞാൻ മിക്കവാറും എൻ്റെ മോൾക്ക് വാരി കൊടുക്കുകയാണ് ചെയ്യുന്നത്. പഠിച്ചുകൊണ്ടൊക്കെ ഇരിക്കുമ്പോഴേ ഫുഡ് കഴിക്കാൻ ഇങ്ങനെ വണ്ണം ഉണ്ടെന്നേ ഉള്ളൂ. ഫുഡ് കഴിക്കാൻ ഭയങ്കര മടിയാണ്. അപ്പം ഞാൻ കൊണ്ടുവന്ന് വാരി കൊടുക്കും. എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണം, കാണണം, കമൻറ്റ് ചെയ്യണം, ടേസ്റ്റ് ചെയ്തിട്ട് കമൻറ്റ് അറിയിക്കണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ടാറ്റാ.